ഇന്നത്തെ എൻ്റെ യാത്ര കേവലം ഒരു സ്ഥലത്തേക്കായിരുന്നില്ല, മറിച്ച് കാലത്തിൻ്റെ അടരുകൾക്കിടയിൽ എവിടെയോ മറന്നുപോയ ഒരു പുരാതന നാഗരികതയുടെ ശേഷിപ്പുകൾ തേടിയായിരുന്നു. എൻ്റെ സുഹൃത്തായ അജിത്ത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു കുറിപ്പാണ് ഈ അന്വേഷണത്തിന് തുടക്കമിട്ടത്. കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്കും വില്ലുക്കുറിക്കും ഇടയിൽ വേളിമലയുടെ അടിവാരത്തുള്ള ആലച്ചുവടി എന്ന സുന്ദര ഗ്രാമം. എനിക്കേറെ പരിചിതമായ ഈ വഴിയോരത്ത് ഇത്രയും കാലം എൻ്റെ കണ്ണിൽപ്പെടാതെ ഈ പുരാതന നിർമ്മിതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. പ്രാദേശികമായി ആലച്ചുവടി പെരുമാൾ കോവിൽ എന്നറിയപ്പെടുന്ന ഈ ഇടം ഇന്ന് നിശബ്ദമായ ഒരു ചരിത്ര സ്മാരകമാണ്. കാലം ഏൽപ്പിച്ച മുറിവുകളുമായി നിൽക്കുന്ന വിഘ്നേശ്വര സന്നിധി, വിഷ്ണു ഭഗവാന്റെ ചൈതന്യം സ്പന്ദിക്കുന്ന മഹാവിഷ്ണു ക്ഷേത്രം, പിന്നെ വൈഷ്ണവ വിശ്വാസത്തിന്റെ വേരുകൾ വിളിച്ചോതുന്ന ശ്രീ തിരുവെങ്കിട നയനാർ ക്ഷേത്രം. മഹാവിഷ്ണുവിനും തിരുവെങ്കിട നയനാർക്കും ഒരേയിടത്തു തന്നെ വെവ്വേറെ സന്നിധികൾ ഒരുക്കിയിരിക്കുന്നത് കൗതുകകരമാണ്. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഈ മനോഹര നിർമ്മിതികൾ പാണ്ഡ്യ രാജവംശത്തിന്റെ കരവിരുതിനെ വിളിച്ചോതുന്നു. 1200 വർഷങ്ങൾക്ക് മുൻപ് അവർ പടുത്തുയർത്തിയ ഈ ക്ഷേത്ര സമുച്ചയം പിന്നീട് ചേര രാജവംശത്തിന്റെ പരിരക്ഷണത്തിലായിരുന്നു. പൂർണ്ണമായും തകർന്നു വീണ മടപ്പള്ളിയും ചിതറിക്കിടക്കുന്ന കരിങ്കൽ പാളികളും കണ്ടപ്പോൾ മനസ്സിലൊരു വിങ്ങൽ തോന്നി. ആ കരിങ്കൽ ശില്പങ്ങളിൽ കൈതൊടുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ മുഴങ്ങിക്കേട്ടിരുന്ന ശംഖനാദവും മന്ത്രോച്ചാരണങ്ങളും കാറ്റിൽ അലിഞ്ഞു ചേർന്നതുപോലെ തോന്നി. കല്ലുകളിലൊന്നിൽ ഒരു ചുവർ ചിത്രത്തിന്റെ ചെറിയൊരു ഭാഗം കാണാമായിരുന്നു. ഇവിടെ തകർന്നു വീണ ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ട്. യുദ്ധങ്ങളുടെ, വിശ്വാസത്തിന്റെ, ഒടുവിൽ കാലം ഏൽപ്പിച്ച അവഗണനയുടെയും കഥകൾ. ഇന്ദ്രനും ദേവന്മാരും സപ്തർഷികളും ദിവസേന പൂജ ചെയ്യുന്ന സവിശേഷമായ ഒരു ഇടമാണ് ഇതെന്ന് ചരിത്രം പറയുന്നു. ഈ പുരാതന ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധാരണത്തിന്റെ പാതയിലാണ് എന്നതാണ് സന്തോഷകരമായ ഒരു വാർത്ത. ഈ കല്ലുകൾക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്ന കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം.